ഹലോ ഗൈസ്, ഒരു പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് തിരുവല്ല ക്യാമ്പിലേക്കാണ്. ഓഗസ്റ്റ് മാസത്തിലെ അവസാന ക്യാമ്പാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് കുറച്ച് ലേറ്റ് ആയ കാരണം നമ്മൾ അവിടെ നമുക്ക് ഇൻട്രോ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ബർത്ത് പറയുമ്പോൾ S1 1 2 3 ആണ് നമുക്ക് ഇട്ട് സ്റ്റാർട്ടിങ് തന്നെ. അമൽ മാസ്റ്ററും പ്രതീഷ് സാറും അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സമയം ഏകദേശം 2:30 ആയിട്ട് നമുക്കിനി തിരുവല്ല വെച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലെത്തി. സമയം ഏകദേശം 6 മണി ആയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ വട്ടം തിരുവല്ല വെച്ച് നമുക്ക് ഓട്ടോ കയറുമ്പോഴാണ് പ്രശ്നമായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേറെ സ്ഥലത്താണ് ഓട്ടോ കയറാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്തിനാ നമ്മൾ അലമ്പാക്കിയിട്ട് മൂട് കളയണേ. അപ്പോൾ നമുക്കിനി തിരുവല്ല മാമത്തായ ഹോളിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ തിരുവല്ലയിലെ ഓറ ബോക്സിംഗ് ക്യാമ്പ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് നമുക്ക് 11 ന്യൂ അഡ്മിഷനും ആണ് വന്നിരിക്കുന്നത്. ഒരു സീനിയറാണ് വന്നിരിക്കുന്നത്. പിന്നെ തിരക്ക് കാരണം ഡേറ്റിൻ്റെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ച് കാണാം. ഓക്കെ, അധികം ക്ഷീണിച്ചിട്ടൊന്നുമില്ലോ, ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ ഒരു കാര്യം ചോദിക്കാനാണ് നിർത്തിയത്. അതായത് നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നിർത്താൻ തോന്നണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തുദ്ദേശിക്കണേ? അല്ലേ? കണ്ടിന്യൂ ചെയ്യല്ലേ? ഓക്കെ അല്ലേ? നമസ്തേ. ആയോധന കലകൾ പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമായിട്ട് നടന്നതാണ്. പക്ഷേ എനിക്ക് അതൊന്നും സാധ്യമായില്ലായിരുന്നു. പക്ഷേ ഇത് ഫേസ്ബുക്ക് വഴി ഓറ ബോക്സിങ്ങിനെ പറ്റി കാണാനിടയായി. അങ്ങനെ എന്താണെന്ന് ഇതിൻ്റെ പ്രതീഷ് സാറിനോട് ഞാനൊന്ന് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ വരാനാണ് ആവശ്യപ്പെട്ടത്. ഏത് പ്രായക്കാർക്കും ഒരുപോലെ എല്ലാ കലവും ഉത്തമമായ ഒരു ആയോധന കലയാണിത്. ഏതൊരാൾക്കും പഠിച്ചിരിക്കേണ്ട ഒരു നിത്യജീവിതത്തിൽ ഇന്ന് അത്യന്താപേക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് പഠിച്ചിരിക്കേണ്ട ഒരു ആവശ്യകതയായി മാറിയിരിക്കുന്നു. ഏത് പ്രായക്കാർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ആയോധന കലയാണ്. എല്ലാവരും കാണുന്നവരും അറിയുന്നവരും ഒക്കെ ഇത് പങ്കെടുക്കുക. നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷ ആകുന്ന നമ്മുടെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു. ഇന്ന് ഈ ആയോധന കലകൾ വളരെ എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ സാധ്യമാകുന്ന ഒരു നമുക്ക് പുറത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ആയോധന കലകൾ പഠിക്കുന്ന പോലെ തന്നെ വളരെ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരെണ്ണമാണ്. സാധാരണ നമുക്ക് സ്ട്രീറ്റിലൊരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കളരി പഠിച്ചതാണ്,
പക്ഷേ നമുക്കൊരു സ്ട്രീറ്റിൽ ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ സാധിക്കത്തില്ല. പെട്ടെന്ന് അതിന് വേണ്ട അറ്റാക്ക്, അടുത്ത അറ്റാക്ക്, നമ്മളൊരു എന്താ പറയുന്ന നമ്മളൊരു സാധാരണ ഒരു രീതിക്ക് ഒരു സ്ട്രീറ്റിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് പറ്റിയൊരു കലയാണിത്. ഇതിപ്പം ഞാനിപ്പം ഫസ്റ്റ് ക്ലാസ്സായി, ഇതിപ്പം 2.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ അതിനകത്ത് പല കിക്കുകളും കാര്യങ്ങളും അതിനകത്ത് മനസ്സിലാവും, പഞ്ചുകൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പറ്റീഷൻ ആയിരിക്കും, ഒരു കോമ്പറ്റീഷൻ ലെവലിലായിരിക്കും നമ്മൾ കളരി, കരാട്ടെ, കുമ്പു. ഇതിൽ നിന്നെല്ലാം ഉൾത്തിരിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് എടുത്ത കുറച്ച് ഫൈറ്റും കാര്യങ്ങളുമാണ് നമ്മൾ മാസ്റ്റർ പഠിച്ച് അതിൽ നിന്ന് നമുക്ക് വ്യത്യാസങ്ങൾ വരുത്തി അതിൽ നിന്ന് തന്നെ പഠിച്ചെടുത്തത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രയോജനപ്പെടും. വേറൊരു മാർഷൽ ആർട്ട് പഠിച്ചവർക്കാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. എന്താ പറയുന്നത്, അത് നമുക്ക് കൂടുതൽ നമുക്ക് അതിനകത്ത് ഇറങ്ങി കഴിയുമ്പോൾ ഓക്കെ ആകും. അപ്പം നിങ്ങളും ഒരു സെറ്റാക്കും. അപ്പൊ നമ്മുടെ തിരുവല്ല ക്യാമ്പ് അവസാനിച്ചിട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 4:45. നമ്മുടെ ട്രെയിൻ 5:10-നാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാണ്. ഇന്ന് ഭയങ്കര മഴയാണ് പെയ്തത്. അവിടെ ഇടയ്ക്ക് ഫുള്ള് ഫോഴ്സിൽ മഴ, നമ്മൾ സംസാരിക്കുന്നത് തന്നെ കേൾക്കാൻ പറ്റുന്നായിരുന്നില്ല. അപ്പോൾ നമ്മളിനി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നടന്നു പോകാനാണ് മുമ്പ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മൾ സമയമില്ലാത്തവരെ ഓട്ടോയിൽ പോകാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇപ്പോൾ വന്ന ഓട്ടോക്കാരൻ നമ്മുടെ 50 രൂപ വാങ്ങിച്ചുള്ളൂ. നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയില്ല, കഴിഞ്ഞ വട്ടം വന്നപ്പോൾ 150 രൂപയുടെ ഒരു കണക്കുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക പോയിട്ട്. നമുക്ക് ഇവിടെ ഒരു തിരുവല്ലയിലെ ഇഷ്യൂ ഉണ്ടായിട്ട്, അപ്പോൾ നമുക്കിനി പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച് ട്രെയിൻ നല്ലൊരു ഓട്ടോ എത്തിച്ചിട്ട് കാണാം. 7:50 മണി. അപ്പോൾ നമ്മുടെ ഇപ്പോൾ തന്നെ അനൗൺസ്മെന്റ് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിൻ വരാറായി. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്ത സിറ്റുവേഷൻ ആണ്. ഞാനും അമൽ മാസ്റ്ററും ഒരു കോച്ചിലും പ്രതീഷ് സാറ് വേറെ കോച്ചിലാണ് വരുന്നത്. ആ കോച്ചില് വേറെ എൻ്റെ 27 അങ്ങേരുടെ 57 വരുന്നത്. എന്നിട്ട് തൃശ്ശൂർ 9 മണിക്ക് മുമ്പ് എത്തുമെന്ന് നമ്മൾ വിചാരിക്കാം. നമ്മുടെ ഈ മാസത്തെ അവസാനത്തെ ക്യാമ്പാണ്. നമുക്കിനി തൃശ്ശൂർ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ പ്രതീഷ് മാസ്റ്റർ എസ്കലേറ്റർ വഴി വരാന്ന് വെച്ചു. അവിടെ തിരക്കുള്ള കാരണം ഞങ്ങൾ രണ്ടുപേരും പടിവ് കയറാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ മാസം ഓഗസ്റ്റ് മാസത്തിലെ ക്യാമ്പുകൾ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. പിന്നെ ഓറോ ബോക്സിംഗ് പഠിക്കാൻ, ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വ്ളോഗുമായി കാണുന്നതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.